കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പിനെ അറിയാത്തവർ അധികമാരും ഉണ്ടാകില്ല. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് തുക തട്ടാൻ വേണ്ടിയായിരുന്നു ചാക്കോ എന്നയാളെ സുകുമാരക്കുറുപ്പ് കൊലപ്പെടുത്തിയത്. ചാക്കോയുടെ മൃതദേഹം ഉപയോഗിച്ച് മരിച്ചത് താൻ തന്നെയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു കുറുപ്പിന്റെ ശ്രമം. കള്ളി വെളിച്ചത്തായെങ്കിലും കുറുപ്പിനെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. പോലീസും CBIയുമെല്ലാം തലകുത്തി ശ്രമിച്ചിട്ടും കുറുപ്പ് എവിടെയാണെന്ന് പോലും കണ്ടെത്താനായില്ല. അന്ന് 1984 കുറുപ്പ് നടത്തിയത് 8 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള കൊലപാതകമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി കുറുപ്പ് ചെയ്ത അതേ കുറ്റകൃത്യം നടത്തിയിരിക്കുകയാണ് ഒരു മഹാരാഷ്ട്ര സ്വദേശി. സുകുമാരക്കുറുപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ക്രൈമിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്നത്തെ ജനറൽ ഡയറിയിൽ. സ്വാഗതം. കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ അതേ പ്രവർത്തന രീതി തന്നെയായിരുന്നു മഹാരാഷ്ട്രക്കാരൻ ഗണേഷ് ചവാന്റേതും. സ്വന്തം മരണം വ്യാജമായി ചിത്രീകരിക്കാൻ വേണ്ടി ഗണേഷ് ചവാൻ കൊന്നത് ഒരു ഹിച്ച്ഹൈക്കറെയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഔസ താലൂക്കിൽ പൂർണ്ണമായും കത്തി നശിച്ച കാറിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. കാറിന്റെ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചപ്പോൾ ഗണേഷ് ചവാന്റെ ബന്ധുവിന്റെ കാറായിരുന്നു എന്ന് കണ്ടെത്താനായി. ഗണേഷ് ചവാന് ഉപയോഗിക്കാൻ വേണ്ടി ബന്ധു കൊടുത്തതായിരുന്നു ആ കാർ. ഗണേഷ് ചവാനെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം ബാങ്ക് റിക്കവറി ഏജന്റായ ഗണേഷ് ചവാന്റേത് തന്നെയാണെന്ന് പോലീസും ഉറപ്പിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ അന്വേഷണം പുരോഗമിക്കവേ, അതായത് കഴിഞ്ഞ ദിവസം പോലീസിന് എന്തൊക്കെയോ പന്തികേട് തോന്നാൻ തുടങ്ങി. പല കാര്യങ്ങളിലും സംശയങ്ങൾ ബാക്കി നിന്നു. അങ്ങനെയാണ് ഗണേഷ് ചവാനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ മഹാരാഷ്ട്ര പോലീസ് തീരുമാനിക്കുന്നത്. ആ അന്വേഷണത്തിലാണ് ഗണേഷിന് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിലെ പ്രധാന ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, അഥവാ പ്രധാന ലീഡ് പോലീസിന് ലഭിക്കുന്നത്. ഗണേഷ് ചവാൻ മരിച്ചതിന് ശേഷവും ആ സ്ത്രീയുടെ നമ്പറിലേക്ക് വന്നുകൊണ്ടിരുന്ന സന്ദേശങ്ങളായിരുന്നു കേസിൽ വഴിത്തിരിവായത്. ആ നമ്പർ ആരുടേതാണെന്ന അന്വേഷണമാണ് ഗണേഷ് ചവാനെ പിടികൂടാൻ സഹായിച്ചത്. സിമ്മിന്റെ ലൊക്കേഷൻ പിന്തുടർന്ന് സിന്ധുദുർഗ് ജില്ലയിലെ വിജയദുർഗിലാണ് പോലീസ് എത്തിയത്. അവിടെ നടത്തിയ തെരച്ചിലിൽ ഗണേഷ് ചവാൻ പിടിയിലായി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യവും ഗണേഷ് ചവാൻ തുറന്നു പറഞ്ഞു. അയാൾ ഒരു ഭവന വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടക്കാൻ വഴിയില്ലാതെ ആയപ്പോഴാണ് തൻ്റെ പേരിലുള്ള 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം ഓർക്കുന്നത്. അതിനായി അയാൾ മരിച്ചുവെന്ന് തെളിയിക്കണമായിരുന്നു. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശനിയാഴ്ച ഗോവിന്ദ് യാദവ് എന്നയാൾ ഗണേഷിന്റെ കാറിൽ ലിഫ്റ്റ് ചോദിക്കുന്നത്. ഗോവിന്ദ് മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അവസരമായി കണ്ടാണ് ഗണേഷ് കൃത്യം നടത്തിയത്. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങിപ്പോയ ഗോവിന്ദിനെ പതിയെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറ്റിക്കിടത്തി സീറ്റ് ബെൽറ്റും ഇട്ടുകൊടുത്തു. ശേഷം തീയിട്ട് കാർ കത്തിക്കുകയായിരുന്നു. താനാണ് മരിച്ചതെന്ന് പോലീസിനെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്താൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റും യാദവിന് സമീപം ഗണേഷ് ഉപേക്ഷിച്ചു. ഇത്രയധികം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും പക്ഷേ ഗണേഷ് യാദവ് പിടിക്കപ്പെടുകയായിരുന്നു.